നോക്കൂ, ഈ വിഷയം ഇപ്പം അൻവറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് തോന്നുന്നു, 2024 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ആദ്യമായി അൻവർ ഭരണപക്ഷ സംവിധാനത്തിനെതിരെയായി അഴിമതിക്കെതിരായി വലിയ പോരാട്ടം നടത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ആദ്യം നടത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 5 മാസത്തോളമായി, ഇന്ന് അവസാനം നടത്തുന്ന വാർത്താ സമ്മേളനം വരുന്ന സമയത്ത് 5 മാസത്തോളമായി നിരന്തരമായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ അദ്ദേഹം തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പറയുന്നതല്ലാതെ അദ്ദേഹം ഒരു ഉണ്ടയില്ല വെടിവെക്കുന്നതിന് മാത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി പറഞ്ഞ എന്താണ്, ഈ സർക്കാർ അഴിമതി സർക്കാരാണ്, ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയാണ് നടത്തുന്നത്, ആ സർക്കാരിനെതിരെ വലിയൊരു സംവിധാനത്തെ ഉണ്ടാക്കും, അതിനെതിരായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും കേരളത്തിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ LDF സംവിധാനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, വന്യജീവികളിൽ നിന്നും പ്രൊട്ടക്ഷൻ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ വന്യജീവികൾക്ക് ശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് PV അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും അദ്ദേഹം ഓരോ ദിവസവും ഒളിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പല സ്ഥലങ്ങളിലും ചേക്കാറാൻ വേണ്ടി ശ്രമിച്ചു, UDF ചേക്കാറാൻ ശ്രമിച്ചു, പിന്നെ അദ്ദേഹം സ്വന്തമായി സംവിധാനം ഉണ്ടാക്കാൻ നോക്കി, എല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉണ്ടയില്ല വെടിയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെ പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് അദ്ദേഹത്തെ വെറും ചവിട്ടുകുട്ടിയിലേക്ക് എറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംഭവ വികാസങ്ങൾ ആകെ മൊത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും ഇപ്പം അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പം ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ പല വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും, അതിനു മുമ്പ് DMK-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള പരിശ്രമം നടത്തി, അവിടെ പാളിപ്പോയി. അപ്പോഴും പറഞ്ഞത് ഞാൻ ഇന്ത്യ സഖ്യത്തെ കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ 2 അഴിമതിക്കാരും UDF-ഉം LDF-ഉമായിട്ടുള്ള അഴിമതിക്കാരാണ് അവർ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പോലും ഒരു വ്യക്തതയും ഒരു പരസ്പര വിരുദ്ധവുമായിട്ടുള്ള പല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ചെവിക്കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.